അടുത്ത് നമ്മൾ നോക്കുന്നത് PC ലെവൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സ് വിൻഡോ, എക്സ് ടെർമിനൽ, എക്സ് സെർവേഴ്സ്. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇനി അടുത്ത് നമുക്കറിയാം യൂണിക്സ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൂൾസ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇമെയിൽ, സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷന്, വേർഡ് പ്രോസസ്സേഴ്സ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സൊന്നും ഇല്ല. യൂണിക്സ് ആക്ച്വലി ഈ പേഴ്സണൽ പ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിനൊക്കെ ലോക്ക് ചെയ്തായിരുന്നു. പക്ഷേ റീസെൻ്റ് ആയിട്ട് അവർ കുറച്ച് പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി ആപ്ലിക്കേഷൻസിനെ റിലീസ് ചെയ്തായിരുന്നു. അത് മൾട്ടി ടാസ്കിങ്ങിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, യൂസർ റിലയബിലിറ്റി, ഫങ്ഷനാലിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ യൂണിക്സ് സപ്പോർട്ടിലുള്ള നമ്മുടെ ക്ലയൻറ്റ് സെർവർ എൻവയറമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അത് ആദ്യത്തേത് എക്സ് വിൻഡോ സിസ്റ്റം. എക്സ് വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ക്രോസ് പ്ലാറ്റ്ഫോം ക്ലയൻറ്റ് സെർവർ സിസ്റ്റമാണ്. അത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാം, എക്സ് വിൻഡോ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ വിൻഡോ എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർ കണക്റ്റഡ് മെയിൻ ഫ്രെയിംസ്, മിനി കമ്പ്യൂട്ടേഴ്സ്, വർക്ക് സ്റ്റേഷൻസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഈ ഒരു എക്സ് വിൻഡോ എന്ന് പറയുന്നത് എക്സ് ടെർമിനലിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം എക്സ് ടെർമിനൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അടുത്തത് ഇനി പറയും. സോ എക്സ് ടെർമിനലിൻ്റെ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഒരു തിൻ ക്ലൈൻ്റാണ് എക്സ് ടെർമിനൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ എക്സ് ടെർമിനലിൽ യൂസ് ചെയ്യുന്നതിനെയാണ്, ആ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ, ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എക്സ് വിൻഡോ എന്ന് പറയുന്നത്. അതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, ഒരു യൂസർ എന്താണ് കാണുന്നത് എന്നുള്ളതാണ് എക്സ് വിൻഡോ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ എക്സ് വിൻഡോ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ബിറ്റ് മാപ്പ് ഡിസ്പ്ലേസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അപ്പം ഇവിടെ അതിൻ്റേതായിട്ടുള്ള, അതായത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൂൾ കിറ്റും പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ എക്സ് വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു GUI എൻവയറമെൻ്റ് ആയിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രോയിങ്, മൂവിങ് ദ വിൻഡോസ്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രാക്ഷൻസ്, നമ്മുടെ മൗസ്, കീബോർഡ് ഒക്കെ ആയിട്ടുള്ളതൊക്കെ അതിൻ്റെ ഒരു പ്രൊവിഷൻ നമ്മളുടെ എക്സ് വിൻഡോ സിസ്റ്റം തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വലി ഇതിൻ്റെ സ്റ്റൈലിംഗ്, എക്സ് വിൻഡോസിൻ്റെ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് യൂസറിനെ പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ എക്സ് വിൻഡോസ് നെറ്റ്വർക്ക് ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ക്ലയൻറ്റ് എവിടെയാണ്, സെർവർ എവിടെയാണ്, ഡിസ്പ്ലേ സെർവർ എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് ടെർമിനലാണ്. എക്സ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബേസിക്കലി ഒരു ടെർമിനലാണ്. ടെർമിനൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിസ്പ്ലേക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു എക്സ് ടെർമിനൽ എന്ന് പറയുന്നത് സെർവറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. യൂണിക്സ് ബേസ്ഡ് സെർവറായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ഈ ഒരു പ്രോഗ്രാം ഇപ്പം ഞാൻ റൺ ചെയ്തു, അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് എക്സ് ടെർമിനൽ യൂസ് ചെയ്യുന്നത്. സോ ഇതെൻ്റെ എക്സ് ടെർമിനൽ. എക്സ് ടെർമിനലിനകത്തുള്ളത് എക്സ് വിൻഡോ, എന്നിട്ട് ഈ എക്സ് ടെർമിനൽ കണക്ട് ചെയ്തേക്കുന്നതിൻ്റെ എക്സ് സെർവർ. ഇതാണ് ഒരു ബേസിക് നമ്മളുടെ ഒരു അലൈൻമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി എക്സ് ടെർമിനലിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ടെൽനെറ്റിംഗ് ആണ് അവിടെ വരുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് രണ്ട് സംഭവങ്ങളുണ്ട്. എനിക്കൊരു ലോക്കൽ ക്ലയൻറ്റ് ഉണ്ടാവും, എനിക്കൊരു റിമോട്ട് സെർവർ ഉണ്ടാവും. എൻ്റെ ഈ റിമോട്ട് സെർവറിൽ നിന്നുമുള്ള കണ്ടൻറ്റിനെ എനിക്ക് ലോക്കലായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഞാൻ എക്സ് ടെർമിനൽ യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു എൻറ്റയർ GUI ആപ്ലിക്കേഷൻ, ആ ഒരു എൻറ്റയർ റേഞ്ച് ആ ഒരു യൂസറിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എക്സ് ടെർമിനലിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എഗെയിൻ സെർവറിലാണ്, ഇത് സെർവറിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടറിലാണ് കാണിക്കുന്നത്. അതായത് സെർവറിൽ എന്ത് നടന്നാലും നമ്മളുടെ ലോക്കൽ ക്ലയൻറ്റിനെ അത് കാണിക്കാനായിട്ട് ഡിസ്പ്ലേ നമുക്ക് എക്സ് ടെർമിനൽ വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എക്സ് ടെർമിനൽ എന്ന് പറയുമ്പോഴത്തേനും അതിന് ഒരു ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ ഉണ്ട്, വിച്ച് ഇസ് റണ്ണിങ് ആസ് എൻ എക്സ് സെർവർ, അല്ലെങ്കിൽ എക്സ് സെർവറിന് ഒരു തിൻ ക്ലൈൻ്റ് ആയിട്ട് നിർത്താനായിട്ട്, എക്സ് ടെർമിനലിനെ ഒരു തിൻ ക്ലൈൻ്റ് ആയിട്ട് നിർത്താനായിട്ട് ഇൻ കണക്ഷൻ വിത്ത് ദി എക്സ് സെർവർ. ആൻഡ് ഈ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ പോപ്പുലറാണ്, എന്നാൽ ഇൻഎക്സ്പെൻസീവും ആണ്. അപ്പം ഇതിനെ നമ്മൾക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, നമുക്ക് ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ട് അറ്റ് ലോ കോസ്റ്റ് നമുക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ PC വിത്ത് എൻ എക്സ് സെർവർ, ഇപ്പം നമ്മളൊരു എക്സ് ടെർമിനൽ യൂസ് ചെയ്യുന്നതിന് പകരം PC ഞാൻ യൂസ് ചെയ്തുന്നുണ്ടെങ്കിൽ, PC നെ ഞാൻ എക്സ് സെർവറായിട്ട് കണക്ട് ചെയ്തുന്നുണ്ടെങ്കിൽ അതും ലോ കോസ്റ്റിൽ നല്ലൊരു ഓപ്ഷനാണ്.
ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എക്സ് സെർവറാണ്. എക്സ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം വാട്ട് ഇസ് എ സെർവർ. സെർവറിനുള്ള ഫംഗ്ഷനാലിറ്റീസ് തന്നെയാണ് നമുക്ക് എക്സ് സെർവറിനുള്ളത്. സോ എക്സ് സെർവർ എന്ന് പറയുന്നത് സെർവർ ഓഫ് കണക്ഷൻസ് ടു ദി എക്സ് ടെർമിനൽ ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് ദാറ്റ് യൂസസ് ദി എക്സ് വിൻഡോ സിസ്റ്റം. ഇനി നമ്മൾ ടെർമിനൽ യൂസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ വിൻഡോസിൽ നമ്മുടെ സെർവറിൻ്റെ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. നമ്മൾ യൂണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എക്സ് സെർവർ ഹാൻഡിൽ ചെയ്യുന്നത് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ദി GUI ആൻഡ് ദി ഹാർഡ്വെയർ. ഞാൻ പറഞ്ഞു റിക്വസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്ത് ഡിസ്പ്ലേ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഒരു സെർവറിൻ്റെ കർത്തവ്യം. അത് എക്സ് സെർവർ ആണെന്നുണ്ടെങ്കിലും സിമിലർ തിങ്. പക്ഷേ ഇവിടെ ഇതിന് കുറച്ചുകൂടി അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ മെഷീനിലായിരിക്കും, റിമോട്ടിലാണ് സെർവേഴ്സ് റൺ ചെയ്യുന്നത്, എക്സ് സെർവർ റൺ ചെയ്യുന്നത്. എക്സ് സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സർവീസസ് ഞാൻ പറയാം. വിൻഡോ സർവീസസ്, അതായത് ഒരു സെർവർ ക്ലയൻറ്റ് ഇപ്പോൾ സെർവറിനോട് ഇത് ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയ് വിൻഡോസ്, ചേഞ്ച് ആട്രിബ്യൂട്ട്സ്, റിക്വസ്റ്റ് ഇൻഫർമേഷൻ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർമേഷൻ റിട്രീവ് ചെയ്ത് ക്ലയൻറ്റിലോട്ട് നേരെ കൊടുക്കുന്നതാണ് സെർവറിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സോ വിൻഡോ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഇൻപുട്ട് ഹാൻഡ്ലിംഗ്, അതായത് ക്ലയൻറ്റ് എന്ത് ഇൻപുട്ട് കൊടുത്താലും അത് സെർവർ ഡിറ്റക്ട് ചെയ്ത് അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്യണം. ഇനി ഗ്രാഫിക് ഓപ്പറേഷൻസ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഡ്രാഗിങ്ങോ ഡ്രോയിങ്ങോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസറിൻ്റെ കമാൻഡിനനുസരിച്ച് അതവിടെ ആ ഒരു ഫങ്ഷനാലിറ്റീനെ ചെയ്യുക എന്നുള്ളത് സെർവറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടൻറ് അഡ്രസ്സബിൾ ഡേറ്റാബേസിന് ക്ലയൻസിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ സെർവറിൻ്റെ എക്സ് സെർവറിൻ്റെ എന്താണ് ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ് സെർവറിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഇത്രയും നോക്കിയത് എക്സ് ടെർമിനൽ, എക്സ് വിൻഡോസ്, എക്സ് സെർവേഴ്സ്. ഇനി അടുത്തത് നമുക്ക് എക്സ് ക്ലയൻറ്റ് ഓർ സെർവർ മോഡലിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും എക്സ് സെർവറും ക്ലയൻറ്റും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്. ബിക്കോസ് സെർവർ എന്നുള്ളൊരു ടേം ഞാൻ പറഞ്ഞിട്ടും ഇങ്ങനെ യൂസറിൽ നിന്ന് ഇൻപുട്ട് എടുക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ക്ലയൻറ്റിൻ്റെ ഫങ്ഷനാലിറ്റി ഉള്ള പോലെ, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഫങ്ഷനാലിറ്റി ഞാനിവിടെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. സോ അതിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ എക്സ് സെർവർ എന്ന് പറയുന്നത് ഒരു റിമോട്ട് കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു ആക്ഷൻ, ഈ റിമോട്ട് ആപ്ലിക്കേഷൻ, നമുക്കൊരു ലോക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു റിമോട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടുന്ന് ഫങ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്താലും ഇവിടുന്നാണ് ഇൻപുട്ട് എടുക്കുന്നത്. അതായത് ഇപ്പം എനിക്കിവിടെ ക്ലയൻ്റ് ഉണ്ട് അല്ലേ, ഇതെൻ്റെ ക്ലയൻ്റാണ്, ഇതെൻ്റെ സെർവറാണ്. ഓക്കെ, എൻ്റെ സെർവറാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്തിന്, ഇൻപുട്ട് എടുക്കാനായിട്ട്. സോ ഇൻപുട്ട് ക്ലയൻറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ആ ക്ലയൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ടിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് സെർവർ ചെയ്യുന്നത്. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് ഒരു ലോക്കലി ഉള്ള ഫങ്ഷനാലിറ്റീസ് അത് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് റിമോട്ടിൽ നിൽക്കുന്ന സെർവറിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ സ്റ്റാർട്ടിങ് ദ ക്ലയൻറ്റ് ഇസ് ബീൻ കണക്റ്റഡ് ടു ദ സെർവർ ആൻഡ് ദെൻ ആ ഒരു റിമോട്ട് ആപ്ലിക്കേഷൻ ലോക്കൽ സ്ക്രീനുമായിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിൽ നിന്ന് ഇൻപുട്ട് ലോക്കൽ ഡിവൈസസിൽ നിന്ന് ഇൻപുട്ട് എടുത്തിട്ട് വീണ്ടും റിമോട്ട് സെർവറിലോട്ടാണ് പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി എന്താണ്, ഇൻപുട്ട് കൊടുക്കുന്നത് ഇപ്പോഴും ക്ലയൻറ്റ് തന്നെയാണ്, എന്നാൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്നതാണ് സെർവർ. ഇനി ഇപ്പം റിമോട്ട് ക്ലയൻറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമുക്ക് താഴോട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് റിമോട്ട് മെഷീൻ ഗ്രാഫിക്കലി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, പിന്നെ സിമുലേഷൻസ് റൺ ചെയ്യുന്നത്, പിന്നെ ഗ്രാഫിക്കൽ സോഫ്റ്റ്വെയർസ് സെവറൽ മെഷീൻസിൽ റൺ ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മളുടെ ഈ ഒരു മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് സെർവർ ഹാർഡ്വെയർ കോമ്പണൻസ്. 7 സെർവർ ഹാർഡ്വെയർ കോമ്പണൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ആൻഡ് അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ദ മദർ ബോർഡ്. മദർ ബോർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിൻറ്റഡ് സർക്യൂട്ട്, മെയിൻ പ്രിൻറ്റഡ് സർക്യൂട്ടിനാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. മദർ ബോർഡിനകത്ത് ഒരു CPUയും ഒരു ഫേംവെയറും അതിൻ്റെ കൂട്ടത്തിൽ മെമ്മറി മോഡ്യൂൾസിനുള്ള സ്ലോട്ട്സും ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ചിപ്സ്, സെക്കൻഡറി ചിപ്സ് ഒക്കെ കാണും. സോ ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ഡിവൈസസിനെ കണക്ട് ചെയ്യാനായിട്ടുള്ള സ്ലോട്ട്സും അഡാപ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തതാണ് ഒരു മദർ ബോർഡിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതായത് മെയിൻ സർക്യൂട്ടറി വരുന്നത് മദർ ബോർഡാണ്. അപ്പോൾ മദർ ബോർഡിന് 14 ഫൈബർ ഗ്ലാസ് ലെയേഴ്സ് ആണ് അവിടെ വരുന്നത്. ആൻഡ് കോപ്പർ കണക്റ്റിംഗ് ട്രേസസ്, കോപ്പർ പ്ലെയിൻസ് ഉണ്ട്. ഇവിടെ നമ്മൾക്ക് യൂഷ്വലി സെർവർ ഹാർഡ്വെയറിൽ 2 ടൈപ്പ് മദർ ബോർഡാണ് കാണാനായിട്ട് പറ്റുന്നത്. ഒന്ന് ATE അല്ലെങ്കിൽ ATX നമ്മൾ പറയും, അഡ്വാൻസ് ടെക്നോളജി
ടെക്നോളജി എക്സ്റ്റെൻഡ്, അല്ലാന്നുണ്ടെങ്കിൽ LPX ലോ പ്രൊഫൈൽ എക്സ്റ്റൻഷൻ. അപ്പം ഇവിടെ നമുക്ക് 80Xനകത്ത് വരുമ്പോഴത്തേനും അത് നമ്മളുടെ എന്താണ് ഒരു കുറച്ചുകൂടെ പഴയ ഡിസൈൻസിനെല്ലാം കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ് സംഭവം. എന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ് ആയിക്കോട്ടെ, എക്സ്പാൻഷൻ സ്ലോട്ട്സ് ആയിക്കോട്ടെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ഷൻസ് ആയിക്കോട്ടെ. അതേസമയം LPXൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോർട്സ് കൂടുതൽ കാണും ബാക്ക് ഓഫ് ദ സിസ്റ്റത്തിൽ. രണ്ടാമത്തേത് പ്രൊസസ്സർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് CPU-നെയാണ് ഇവിടെ മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നത്. CPU എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം ഇറ്റ്സ് ദ ബ്രെയിൻ അല്ലേ. നമ്മൾക്ക് കമാൻഡ്സ് കൊടുക്കാനും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് റിസൾട്ട്സ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് കിട്ടാനും ഒക്കെ CPU ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. CPU-ന് ക്ലോസ്ലി വർക്ക് ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ALU, ദാറ്റ് ഈസ് അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്, അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിന് വേണ്ടിയിട്ട് രജിസ്റ്റേഴ്സ് ആൻഡ് ക്യാഷ് മെമ്മറി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ CPU-ലുള്ളത്. അപ്പോൾ CPU-ൽ നമുക്ക് ലോജിക് ആൻഡ് അർത്തമെറ്റിക് കമാൻഡ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാം. ആ ഒരു ഔട്ട്പുട്ടിനെ പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് രജിസ്റ്റേഴ്സും ക്യാഷ് മെമ്മറിയും ഒക്കെ ഉണ്ടാവും. ആൻഡ് ചില സമയങ്ങളിൽ നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പ്രൊസസ്സേഴ്സ് എന്നുള്ളത് ഇപ്പോൾ CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്ന് പ്രൊസസ്സറിന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കും. ദാറ്റ് ഈസ് ബിക്കോസ് ദർ വിൽ ബി മോർ ദാൻ വൺ പ്രൊസസ്സേഴ്സ്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പ്രൊസസ്സർ എന്ന ടേം യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ എലിമെൻ്റ് എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ RAM എന്ന് നമ്മൾ പറയും. RAM എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻ ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത്. ഇവിടെ സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസും ഡേറ്റയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യും. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊസസ്സറുമായി വളരെ ക്ലോസ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു മെമ്മറിയാണ് RAM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ സ്പീഡും നല്ല പെർഫോമൻസ് നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം റീഫ്രഷ് ചെയ്യാനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം പെർമനൻ്റ് അല്ല. ഓക്കെ, ഇതൊരു ടെമ്പററി സ്റ്റോറേജ് ആണ്. അപ്പം റോം ആണ് യൂഷ്വലി പെർമനൻറ്റ് അല്ലെങ്കിൽ ഒരു നോൺ വോളറ്റൈൽ സ്റ്റോറേജ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ സ്പീഡ് വെച്ചിട്ടും നമ്മൾ റീഡ് റൈറ്റ് പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് RAM ആണ് പ്രിഫറൻസ് കൊടുക്കാനായിട്ട് സാധിക്കുക. സോ RAM ചിപ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ബിൽറ്റ് ഇൻ ചെയ്തേക്കും. അപ്പം ഈ ഒരു മെമ്മറി നമുക്ക് സെർവറിലോട്ട് ഈസിലി ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള മെമ്മറി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എഗെയിൻ ഞാൻ പറയുന്നത് ഒരു മെമ്മറി ഫെയിലിയറിൻ്റെ സമയത്ത് ആണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ്. അപ്പം ഈ ഒരു റിഫ്രഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫ് ആകുമ്പോഴത്തേനും നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അടുത്ത എലിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹാർഡ് ഡിസ്ക് ആണ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. സോ ഇത് ഒരു ഹാർഡ്വെയർ ആണ്. ആൻഡ് നമുക്കറിയാം ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് എൻ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ്. ഇത് കുറേ ഡിസ്കുകൾ ഇങ്ങനെ പ്ലാറ്റേഴ്സിന് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെച്ചേക്കുവാണ്. അപ്പം അതിന് റീഡ് റൈറ്റ് ഹെഡേഴ്സ് കാണും. അതുപോലെ തന്നെ ഇതിന് 15,000 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവിൻ്റെ ഒരു റൊട്ടേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആണ് നടക്കുന്നത്. അതായത് നമ്മളുടെ ഇലക്ട്രോണിക് വൺസ് ആൻഡ് സീറോസിനെ അവർ മാഗ്നറ്റിക് പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മാഗ്നറ്റിക് പാറ്റേണിനെ പക്ക സ്റ്റോർ ചെയ്യാൻ, നോൺ വോളറ്റൈൽ ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഹാർഡ് ഡിസ്കുകൾ യൂസ് ചെയ്യാം. പിന്നെ ഇപ്പം ഈയിടെയായിട്ട് നമുക്ക് ഇപ്പം ഡേറ്റാ സെൻറ്റേഴ്സിന് ഇപ്പം നമ്മൾക്കറിയാം സെർവേഴ്സ് ഡേറ്റാ സെൻറ്റേഴ്സ് സെർവർ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പം അതെന്ന് പറയുന്നത് ഒരു രീതിക്കുള്ള ചെറിയ ചേഞ്ചസ് പോലും വരുത്താനായിട്ട് പാടില്ല, ഒരു രീതിക്കുള്ള ഫെയിലിയേഴ്സ് ഒന്നും വരാനായിട്ട് പാടില്ല. അപ്പം അത് വയ്ക്കാൻ ഒരു നോൺ വോളറ്റൈൽ സ്റ്റോറേജിന് നമുക്ക് ആവശ്യമുണ്ടല്ലേ. സോ അങ്ങനത്തെ ഡേറ്റാ സെൻറ്റർ സർവീസിനൊക്കെ ആയിട്ട് നമുക്ക് SSDസും യൂസ് ചെയ്യാം. ഇതും ഈ ഒരു മാഗ്നറ്റിക് പ്ലാറ്റേഴ്സിന് പകരം അവർ പക്ക ഒരു ഡിസ്ക് ഡ്രൈവ് ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഹാർഡ് ഡിസ്കിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആണ്. എന്നാൽ പെർഫോമൻസ് വൈസ് കൂടുതൽ ഒരു വർക്ക് ലോഡ് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അഞ്ചാമത്തേത് നെറ്റ്വർക്ക് കണക്ഷനാണ്. നമുക്ക് ക്ലയൻറ്റ് ഉണ്ട്, സെർവർ ഉണ്ട്. ക്ലയൻറ്റും സെർവർ തമ്മിൽ കണക്ട് ചെയ്യാൻ നമുക്കൊരു നെറ്റ്വർക്ക് വേണമല്ലേ. ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇഗൈൻ LAN വെച്ചാണെങ്കിലും ചെയ്യാം, നമുക്ക് WAN വെച്ചാണെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ്റെ ടെക്നോളജിയോ ബാൻഡ് വിഡ്ത്തോ ടോപ്പോളജിയോ ഒക്കെ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ സെർവർ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. ബിക്കോസ് ഇഗൈൻ ക്ലയൻറ്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് സെർവറിൻ്റെ ഉത്തരവാദിത്തം. അപ്പം അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമുക്ക് ഏത് നെറ്റ്വർക്ക് കണക്ഷനാണ് വേണ്ടേ എന്നുള്ളതും. ഇപ്പം യൂഷ്വലി ഗ്രേറ്റർ ബാൻഡ് വിഡ്ത്തും അല്ലെങ്കിൽ വർക്ക് ലോഡ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു ചോയ്സ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുക.
പിന്നെ ഇവിടെ നമ്മൾ നെറ്റ്വർക്ക്സിനകത്ത് വരുമ്പോഴത്തേനും കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനായിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസസും ഈ ഒരു ട്രാഫിക്കിനെ മാനേജ് ചെയ്യാനും ഇപ്പം എന്താണ് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഡേറ്റ അങ്ങനത്തെ ഒരു ഫങ്ഷണാലിറ്റീസ് നടക്കുമ്പോഴുള്ള നെറ്റ്വർക്ക്സിൻ്റെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോസ്ലി മനസ്സിലാക്കേണ്ട ആവശ്യം ഉണ്ട്. ഒരു സെർവർ നെറ്റ്വർക്ക് കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു അഡാപ്റ്റർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, വിച്ച് ഇൻക്ലൂഡ്സ് എ ചിപ്പ് ആൻഡ് ഫിസിക്കൽ പോർട്ട് അല്ലെ പ്ലഗ്. ഇത് മദർ ബോർഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ദ സിക്സ്ത് എലമെന്റ് ഇസ് എ പവർ സപ്ലൈ. പവർ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. പവർ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എൻറ്റയർ സിസ്റ്റം വിൽ ഗോ ഡൗൺ. സോ പവർ സപ്ലൈ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ എ സിനെ DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു എ സിനെ നമ്മൾ സെർവറിലോട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് അത് DC പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പവർ സപ്ലൈ DC പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു DCനെയാണ് നമ്മളുടെ സെർവറിൻ്റെ ഇപ്പം നേരത്തെ ഡിസ്കസ് ചെയ്ത ഡിവൈസസിലോട്ടൊക്കെ കണക്ട് ചെയ്യുന്നത്. മദർ ബോർഡ്, സ്റ്റോറേജ് ഡിവൈസസ്, അങ്ങനത്തെ കോമ്പണൻസ് എല്ലാം. സോ ടിപ്പിക്കൽ സെർവർ യൂഷ്വലി 200 to 500 watt പവർ ആണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ആൻഡ് പവർ സപ്ലൈസിന് യൂഷ്വലി ഒരു ഫാനും കൂടെ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് വരുമ്പോഴത്തേനും അതിന് പ്രോപ്പർ വെന്റിലേഷൻ കിട്ടാൻ അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂഷ്വലി ഹീറ്റഡ് എയറിനെ പുറത്തോട്ട് വിടും. അപ്പോൾ അതിൻ്റെ ഒരു ഫാനിൻ്റെ ആവശ്യം നമുക്കുണ്ട്. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ആണ് സെർവറിൽ. അതായത് അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ സെർവർ അവിടെ ഫെയിൽ ആവും. സോ അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പം അതിനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ ബസസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ സപ്ലൈസ് നമുക്ക് ഉണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇറ്റ് ഇസ് ദ GPU, ദാറ്റ് ഇസ് എ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതെന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ ഗ്രാഫിക്കലി ആയിട്ടുള്ള ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ വിഷ്വലൈസേഷന്, സിമുലേഷന്, ഗ്രാഫിക് ഇൻറ്റൻസീവ് വർക്ക് ലോഡ് ഒക്കെ എടുക്കാനായിട്ടാണ് നമ്മൾ GPU യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓട്ടോക്യാഡ് പോലെ. അതായത് നമുക്ക് ഗ്രാഫിക് കേപ്പബിലിറ്റീസിനെ നമുക്ക് ഒരു രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനോ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യാനോ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇനി ഒരു GPU എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് എ ഇറ്റ് ഈസ് ആക്ച്വലി എ ഡെഡിക്കേറ്റഡ് ഫോം ഓഫ് പ്രൊസസ്സർ ചിപ്പ്. ഇതൊരു പ്രൊസസ്സറായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇപ്പോൾ ഒരു CPU ഒക്കെ പോലെ തന്നെയാണ് GPU ആക്ട് ചെയ്യുന്നത്. ആൻഡ് അത് യൂഷ്വലി ടെറാഫ്ലോപ്സിൻ്റെ ടേംസിലാണ് നമ്മൾ അതിനെ റേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സംഭവത്തിനെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു GPU നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു GAC അതായത് ഗ്രാഫിക് അഡാപ്റ്റർ കാർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾക്ക് മദർ ബോർഡിനകത്ത് കുറേ സ്ലോട്ട്സ് ഉണ്ടെന്നല്ലേ. ഇപ്പോൾ ഈ സ്ലോട്ടിനകത്തോട് നമ്മളുടെ ഈ ഒരു കാർഡ് ഇൻസേർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കാർഡ് ഉള്ളതിന് ഒരു അഡീഷണൽ കുറച്ച് പവർ കൊടുക്കണം. അപ്പോൾ ആ ഒരു പവർ സപ്ലൈന്ന് കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിക്കലായിട്ടുള്ള എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു വർക്ക് ലോഡിനെ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് സാധിക്കും. സോ അത്രയാണ് മോഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത്.